നമസ്കാരം കേട്ടോ. ഞാനൊരിക്കൽ ഒരു ഗ്യാതറിങ്ങിന് ഒരു ഗെറ്റ് ടുഗദറിന് പോയ സമയത്ത് ആ വീട്ടിലെ ആതിഥേയൻ എന്ന് പറയുന്ന വീട്ടിന്റെ ഉടമ എന്ന് പറയുന്ന ആളുകളെ സ്വീകരിക്കുന്നതിന് വേണ്ടി നിറച്ച് കോഫി നിറച്ച് നല്ല ഭംഗിയുള്ള കപ്പുകളിലൊക്കെ ഒത്തിരി നിറച്ചും എല്ലാവരും നല്ല അരോമാറ്റിക് ആയിട്ട് നല്ല ടേസ്റ്റുള്ള നല്ല കോഫി നിറച്ച് വെച്ചിരിക്കുന്നു ആൾക്കാർക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട്. ആദ്യം വന്നവരൊക്കെ നല്ല അടിപൊളി കപ്പിലുള്ള കോഫികളൊക്കെ എടുത്തു പോയി കേട്ടോ. ഏറ്റവും നല്ല ഭംഗിയുള്ള കപ്പുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതിലുള്ള കോഫികളൊക്കെ ആദ്യം വന്നവരൊക്കെ എടുത്തിട്ട് കൊണ്ടുപോയി. എല്ലാവർക്കും ഇതിലെല്ലാം നിറച്ചിരിക്കുന്നത് നല്ല കോഫികളാണ് എന്നുള്ളതാണ്. ഒരേ കോഫിയാണുള്ളത്. പക്ഷെ ആദ്യം വന്നവരൊക്കെ നല്ല ഭംഗിയുള്ള കപ്പുകളൊക്കെ എടുത്തിട്ട് കുടിക്കാൻ തുടങ്ങി. ഒരേ ടേസ്റ്റ്, വ്യത്യാസമൊന്നുമില്ല. നിറത്തിനും ഭംഗിക്കൊന്നും കോഫി ഒരേ ടേസ്റ്റ് ആണുള്ളത്. അവസാനം ബാക്കിയായത് എന്താണെന്നറിയോ? ഈ ഒരു ഗ്ലാസ്സിലെ കോഫി മാത്രം. കാരണം എന്താണെന്നറിയോ? നമ്മളെപ്പോഴും ജീവിതത്തിൽ അങ്ങനെയാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യാവുന്നതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെയുള്ള ഭംഗിയുടെ പിന്നാലെ തെരഞ്ഞു പോകും. നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള ആത്മാവ് എന്താണെന്നോ സോൾ എന്താണെന്നോ മനസ്സിലാക്കാതെ നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇതിലുള്ള ആത്മാവിനെ തെരഞ്ഞു പോകും നോക്കാതെ അതിൻ്റെ കളറിൻ്റെ പിന്നാലെ പോയിട്ട് അതിൻ്റെ പുറമോടിയുടെ പിന്നാലെ പോയിട്ട് പുറമേയുള്ള ഭംഗിയുടെ പിന്നാലെ പോയിട്ടാണ് നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യാവുന്നത് എന്നുള്ളതാണ്. ശ്രദ്ധിക്കണം കേട്ടോ. ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഇതുപോലെയുള്ള ആത്മാവിനെ അറിയാതെ സോൾ അറിയാതെ അതിലുള്ള കണ്ടന്റ് അറിയാതെ നമ്മൾ പിന്നാലെ പോയി നിറത്തിൻ്റെയും കളറിൻ്റെയും പിന്നാലെ പോയി കഴിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അങ്ങനെ ചൂസ് ചെയ്യാവുന്ന സമയമുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളൂ, നമുക്ക് എന്തോ അപകടം വരാനുണ്ട്. അതുകൊണ്ട് തിരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴെല്ലാം തന്നെ നിങ്ങൾ എന്ത് കാര്യം തന്നെ തിരഞ്ഞെടുക്കുമ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിനുള്ള ആത്മാവ് എന്താണ്, അതിനുള്ള സോൾ എന്താണ് എന്നുള്ളതാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. നമസ്കാരം. താങ്ക് യു. ഒരുപാട് സ്നേഹം മാത്രം. താങ്ക് യു.